മൊസാദ് ഇറാന്റെ ഉള്ളിൽ ഒരു ഡ്രോൺ ഫാക്ടറി തുടങ്ങി. അവിടെ ലോക്കൽസ് അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഇസ്രയേലാണ് ഇതിൻ്റെ മുൻകൈയിൽ നിൽക്കുന്നെങ്കിലും ഇതിൻ്റെ ബാക്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ വലിയൊരു റോളുണ്ട്. ഇസ്രയേൽ ചെയ്യുന്ന ഓരോ ആക്ഷനും അമേരിക്ക അറിയാതെ ഒരിക്കലും ചെയ്യത്തില്ല. ഇൻഫാക്ട് സൗദി അറേബ്യ കുറച്ച് മുമ്പ് MBS മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ആവുകയാണെങ്കിൽ ഞങ്ങളും ന്യൂക്ലിയർ വെപ്പൺ ആക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. വാർ ആൻഡ് പീസിന്റെ ഈ ലക്കത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ്. ഇതൊരു പൂർണ്ണ യുദ്ധമായി മാറുമോ? ഗൾഫ് മേഖലയുടെ തന്നെ സമാധാനം തകർക്കുന്ന ഒന്നായി ഇത് മാറുമോ? ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രതിരോധ വിദഗ്ധനായ കേണൽ എസ് ഡിന്നി. കൊല്ലം സ്വദേശി, 2 പതിറ്റാണ്ടിലേറെക്കാലം രാജ്പുത് റെജിമെന്റിൽ, കശ്മീർ, നോർത്ത് ഈസ്റ്റ്, ലഡാക്ക് എന്നിവിടങ്ങളിൽ പലവട്ടം പ്രവർത്തനം. ലൈൻ ഓഫ് കൺട്രോളിലും രാഷ്ട്രീയ റൈഫിൾസിലും 3 തവണ പ്രവർത്തിച്ചു. UN സൈനിക നിരീക്ഷകനായി കോങ്കോയിലുമെത്തി. ചൈന സംഘർഷകാലത്ത് 2 വർഷം ലഡാക്കിൽ ഇൻഫൻട്രി ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസറായിരുന്നു. ഊട്ടി ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ ഫാക്കൽറ്റി ആയിരുന്നു. മദ്രാസ് സർവകലാശാലയിൽ നിന്നും ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ MPhil. ബാംഗ്ലൂർ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ ബിരുദം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ ലേഖനങ്ങളും പഠനങ്ങളും എഴുതുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ന്യൂസ് ചാനലുകളിലും വിദേശ പ്ലാറ്റ്ഫോമുകൾ അടക്കമുള്ള ഓൺലൈൻ ഇടങ്ങളിലും പാനൽ ഡിസ്കഷനുകളിൽ പങ്കെടുത്തു വരുന്നു. 2019 18 വർഷം സർവീസ് ബാക്കി നിൽക്കെ VRS എടുത്ത് നാട്ടിൽ മടങ്ങിയെത്തി. ഇസ്രായേൽ ഇറാൻ ഇഷ്യൂസിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നാണ് സാർ കരുതുന്നത്? ഒരു കാലത്ത് ഇറാനും ഇസ്രയേലും തമ്മിൽ വളരെ സൗഹൃദമുള്ള 2 രാജ്യങ്ങളായിരുന്നു. അതായത് ഇസ്രയേൽ എന്നുള്ള രാജ്യത്തിന് അംഗീകരിക്കുന്ന ആദ്യത്തെ 2 മുസ്ലിം രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു, മറ്റത് തുർക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരു രാജ്യങ്ങളായിരുന്നു. അവർ തമ്മിൽ ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുമായിരുന്നു. അവർ തമ്മിലുള്ള സൈനികമായിട്ടുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ 1979 ഇറാനിയൻ റെവല്യൂഷൻ, അല്ലെങ്കിൽ ആ റെവല്യൂഷൻ വന്ന് അയത്തുള്ള ഖമേനി വന്ന ശേഷമാണ് ഇതിൻ്റെ ദിശ മാറുന്നത്. അയത്തുള്ള ഖമേനി വന്ന ശേഷം ഇറാനിലെ മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രയേലിനെ ഒരു ശത്രു രാജ്യമായിട്ട് കാണുകയും ഇസ്രയേലിന് അവിടെ പാടില്ല എന്നുള്ളൊരു നിലപാടെടുക്കുകയും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഷിയ രാജ്യമായിട്ടുള്ള ഇറാൻ സുന്നി വിഭാഗത്തിലുള്ള രാജ്യങ്ങളിൽ അസ്ഥിരതപ്പെടാൻ വേണ്ടി ധാരാളം പ്രോക്സികളെ അവർ ഷെൽട്ടർ കൊടുക്കുകയും അതിന് ട്രെയിനിങ് കൊടുക്കുകയും അതിന് ഫണ്ടിങ് ഒക്കെ ചെയ്തു തുടങ്ങി. അതേ പ്രോക്സീസ് പിന്നീട് ഇസ്രായേലിൻ്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള ലെബനനിലും സിറിയയിലും പിന്നെ പലസ്തീനിൻ്റെ ഉള്ളിലും അങ്ങനെ ധാരാളം വന്ന ശേഷമാണ് ആക്ച്വലി പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ തുടക്കം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നു 1979 ഒരു മാറ്റമാണ് ഇറാൻ ഇസ്രായേലിൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു മേജർ പാർട്ട്. അതിന് മുന്നേ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. 79 പോലും റഷീദ് അവർ ഇങ്ങനെ തുടങ്ങിയെങ്കിലും ഇറാൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഇറാനായിരുന്നു സപ്പോർട്ട് ചെയ്ത് ഇറാന് വേണ്ടി ധാരാളം സൈനികമായിട്ടുള്ള സഹായം കൂടി ചെയ്തിരുന്നു. പക്ഷേ ഗൾഫ് വാർ നടന്ന സമയത്ത് 91 ഗൾഫ് വാർ വന്ന ശേഷമാണ് ഈ 2 രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെ നിന്ന് പിന്നെ ഓരോ രാജ്യങ്ങൾ അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പല നടപടികളും സ്വീകരിക്കുകയും ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തുക. അപ്പം എനിക്ക് തോന്നുന്നു 79 ഇതിൻ്റെ ഒരു വഴിത്തിരിവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴത്തെ ഈ സംഘർഷം സ്വാഭാവികമായ ഒന്നാണെന്ന് സാർ കരുതുന്നുണ്ടോ? സ്വാഭാവികമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശ്രീ രാഷിദ്. ഇത് എനിക്ക് പ്ലാൻഡ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇത് ഇവിടേക്ക് എത്താനുള്ള എല്ലാ ശ്രമവും ഈ 2 രാജ്യങ്ങളും ചെയ്തുകൊണ്ട് വരികയായിരുന്നാണ് ഇതിൻ്റെ സത്യം. അയത്തുള്ള ഖമേനി അവിടെ വന്ന ശേഷം ഇസ്രായേൽ എന്നുള്ള രാജ്യം പാടില്ല എന്ന് പിന്നീടുള്ള പല ഇറാൻ്റെ പ്രസിഡന്റുമാരും വന്ന് പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ് അവരുടെ സ്ലോഗൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിൽക്കുമ്പം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി. ഇസ്രായേലിന് മാത്രമല്ല, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് അവരുടെ പല പ്രോക്സീസും. നമുക്കറിയാം സൗദി അറേബ്യയുടെ ഓയിൽ ഫീൽഡ്സിൽ പോലും ഇറാൻ്റെ പ്രോക്സീസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മനോഭാവം, പ്രത്യേകിച്ച് ഇറാൻ്റെ ആ ഏരിയയിലെ
ഇസ്ലാമിക് ആയിട്ടുള്ള ഏറ്റവും വലിയ രാജ്യമാവാൻ മാറണോ, അതിനകത്ത് മാറണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഇസ്രായേലിനെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതും അതിൻ്റെ കൗണ്ടറായിട്ട് ഇസ്രായേൽ എടുത്ത പല നടപടികളും, അത് ഇറാനിൻ്റെ പല ലീഡേഴ്സിനെ വധിക്കുകയും പലസ്തീനിൻ്റെ പല കാര്യങ്ങൾ അവർ അവിടുത്തെ പല പ്രശ്നങ്ങൾ അവിടെയും പല കാര്യങ്ങൾ അവർ ചെയ്ത രീതിയിലും അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നതും. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് എന്ന് പറഞ്ഞ ആ സംഘടന ഇസ്രായേലിൻ്റെ ഉള്ളിൽ ചെന്ന് ഭീകരവാദ പ്രവർത്തനം ചെയ്ത് 1200-1300 പേരെ വധിച്ച് ധാരാളം പേർക്ക് അവിടെ സ്ത്രീകളെയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറി. അങ്ങനെ വന്നപ്പോഴാണ് ഇതിൻ്റെ പ്രൈം റീസൺ. ഇപ്പോഴത്തെ ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ആ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ഇതാണ്. അതിൻ്റെ ബാക്കിൽ ഇഷ്ടംപോലെ ഹിസ്റ്ററി ഉണ്ട്. ആ രണ്ട് രാജ്യങ്ങളിലും ധാരാളം ഹിസ്റ്ററി ഉണ്ട്. അതിനകത്ത് നമുക്കറിയാം രണ്ട് വശത്തും പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല ക്ലെയിമുകളും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തുടക്കം അവിടാണ്. ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിനെ ഏത് തരത്തിലാണ് കാണുന്നത്? ഇസ്രായേലിൽ ഏകദേശം 440 കിലോമീറ്റർ എങ്ങാണ്ട് അതിൻ്റെ ആകെ ലെങ്ത് ഉള്ളൂ. അതിൻ്റെ ലെങ്ത് ആക്ച്വലി പറഞ്ഞാൽ കേരളത്തെക്കാട്ടിയും കുറവാണ്. അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 114 കിലോമീറ്റർ ഏറ്റവും ബ്രോഡസ്റ്റിൽ, ചില സ്ഥലത്ത് 10 കിലോമീറ്ററും അത്. അപ്പോൾ ഓവറോൾ ഏരിയ പോലും നോക്കിയാൽ കേരളത്തിനത്ര പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ. അവരുടെ ഫോർമേഷൻ തൊട്ടേ പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു യുദ്ധം അവരുടെ ഒരു എന്താ പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവർ മാറ്റിയെടുത്ത ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുത്തുകൊണ്ടാണ് അവർ അത്രമാത്രം ഇന്ന് ഡിഫൻസും മറ്റു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ്. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാ കാര്യത്തിലും എപ്പോഴും നമുക്കൊരു ക്രൈസിസ് ഉണ്ടെങ്കിൽ ഇസ്രായേൽ നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഈവൻ നമ്മളെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ പോലും നമ്മളതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ച് പലസ്തീനിയൻ്റെ ഇഷ്യൂവിൽ പലസ്തീനിയൻ 2 സ്റ്റേറ്റ് എന്നുള്ളത് ഭാരതത്തിൻ്റെ സ്റ്റാൻഡാണ്. പലസ്തീനിയൻസിന് അവർക്ക് അവകാശപ്പെട്ട ഭൂമി കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും നമ്മുടെ ഭാരതവും. അതിനകത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് അതായത് ഇസ്രായേൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് അവരുടെ എന്തെങ്കിലും റീസൺസ് അവരുടെ തന്നെ റീസൺസ് ആയിരിക്കും. പക്ഷേ പലസ്തീനിയൻ്റെ വിഷയത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ മനുഷ്യത്വമുള്ള രീതിയിൽ ചെയ്യാമായിരുന്നു. അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാജ്യാന്തര നിയമവും പാലിക്കാത്ത ഇസ്രായേലാണ് ഇറാനെ ആണവ നിയമം പഠിപ്പിക്കുന്നതെന്നുള്ളൊരു വിമർശനമുണ്ട്. സാർ അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഇറാനും ആദ്യമായിട്ട് ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കുന്ന അമേരിക്കയാണ്. അത് നമ്മൾ 1953 അമേരിക്ക CIA ബലത്തിൽ അട്ടിമറി നടത്തി. അതായത് ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അവിടെ ഒരു രാജാവിനെ കൊണ്ടുവരികയായിരുന്നു. അത് അമേരിക്കയാണ് ചെയ്തത്. അത് അമേരിക്കയും ബ്രിട്ടനും കൂടെ ഉള്ള ഒരു പ്ലാനായിരുന്നു. അതിൻ്റെ പിന്നിൽ ഈ ഓയിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനം. അതായത് അവിടുത്തെ ജനാധിപത്യമായിട്ടുള്ള ആ ഗവൺമെൻറ് ഓയിലിനെ നാഷണലൈസ് ചെയ്തപ്പോൾ അതിൻ്റെ അഗെയിൻസ്റ്റായിട്ട് അമേരിക്കയുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഈ രാജാവിനെ കൊണ്ടുവരികയായിരുന്നു 1953. ആ സമയത്ത് കാലഘട്ടത്താണ് ഇറാനിന് അമേരിക്കയുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസും മറ്റു കാര്യം വെച്ചിട്ട് അവർ സപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ ഇസ്രായേലിനും സപ്ലൈ ചെയ്തു. ഇസ്രായേലും അന്ന് NPT സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇറാൻ സൈൻ ചെയ്തു. 1970 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1970 ഇറാൻ സൈൻ ചെയ്തു. ഇറാൻ്റെ അന്നും ഈ അമേരിക്കയായിട്ട് നല്ല ബന്ധം ഉണ്ടായതുകൊണ്ട് അമേരിക്കയായിട്ടുള്ളത് നമുക്ക് ഇതിനെ വെപ്പൺസായിട്ട് മാറ്റത്തില്ല എന്നുള്ളൊരു ബലത്തിലാണ് അവർ സൈൻ ചെയ്തത്. പക്ഷേ ഇസ്രായേൽ അവരുടെ ന്യൂക്ലിയർ പോളിസി ഒരു ആംബിഗ്വിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. അതായത് അവർ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടെന്നോ ഇല്ലെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് യൂസ് ചെയ്യോ ഫസ്റ്റ് യൂസ് ഉണ്ടോ എന്നൊന്നും ഉള്ളത് അവരൊരു ന്യൂക്ലിയർ ആംബിഗ്വിറ്റിയാണ് അവരുടെ. പക്ഷെ അത് ഇന്ത്യ പോലും NPT സൈൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ NPT അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അതൊരു വിവേചനമായിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. അതിനകത്ത് യാതൊരു സംശയം. അതുകൊണ്ടാണ് ഇന്ത്യ സൈൻ ചെയ്തത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അന്ന് ഇറാൻ സൈൻ ചെയ്തുകൊണ്ട് ഇന്ന് അതിനൊരു പണിഷ്മെൻ്റായിട്ട് കാണാൻ അത് തെറ്റാണ്. അത് കാരണം അവർ സൈൻ ചെയ്ത് അവർ ഗുഡ് ഫെയ്ത്തിലാണ് സൈൻ ചെയ്തത്. പക്ഷേ പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് വെച്ചാൽ അവർ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ന്യൂക്ലിയർ വെപ്പണിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതും ഒരു ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ ധാരാളം റിപ്പോർട്ട്സ് വരുന്നുണ്ട്, IAEA ഒക്കെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരൊരു ന്യൂക്ലിയർ വെപ്പൺ ഗ്രേഡിലേക്ക് പോകണം എന്നുള്ള താല്പര്യത്താൽ അവർ ആ രീതിയിലുള്ള കാര്യം അവരും ചെയ്തു. അപ്പം ഈ NPT എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ അമേരിക്കയുടെ കുറച്ച് ആളുകൾക്ക് മാത്രം ന്യൂക്ലിയർ ബോംബാവാം, മറ്റുള്ളവർ ആരും ഒന്നും ചെയ്യേണ്ട എന്നുള്ളത് തെറ്റാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ സൈൻ ചെയ്തിരുന്നത്. അതിൻ്റെ ബേസിലാണ് ഇറാനും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആദ്യം സൈൻ ചെയ്തെങ്കിലും പിന്നീട് അവർ തന്നെ അതിനെ തെറ്റിച്ച് അവർ
അവരും ന്യൂക്ലിയർ ബോംബിൻ്റെ, അത് എനിക്കൊന്ന് ബറാക്ക് ഒബാമ തന്നെ ആദ്യം കൺഫേം ചെയ്തത് അതായത് ഇവരിൽ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് അവർ അങ്ങനെ ഒരു അത് 2002 ആക്ച്വലി ആദ്യം ഈ ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉണ്ടെന്ന് ഇറാനിൻ്റെ പുറത്ത് വരുന്നത്. പക്ഷേ ഒബാമ പോലും കൺഫേം ചെയ്തായിരുന്നു, അതായത് അവരിൽ ഇങ്ങനെ ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന്. അപ്പം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇറാൻ NPT സൈൻ ചെയ്തെങ്കിലും അവർ ന്യൂക്ലിയർ വെപ്പണിലേക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നു. NPT സൈൻ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് ന്യൂക്ലിയർ വെപ്പൺ ചെയ്യുന്നതാണ് NPT സൈൻ ചെയ്യാത്ത ഇസ്രായേൽ ചോദിക്കുന്നത്. അമേരിക്കക്കും ഇസ്രായേലിനൊക്കെ ഉള്ള അണുബോംബ് ഇറാൻ ഉണ്ടാക്കിയാൽ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അതും ഈ NPT ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കാണേണ്ടി വരും. അതെ, NPT എന്ന് പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞ ഞാൻ കാണുന്ന ഒരു ഇറലവൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റിയാണ്. കാരണം ഫസ്റ്റ് ആദ്യം തൊട്ടേ അതൊരു വിവേചനം എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് കുറച്ച് രാജ്യങ്ങൾക്ക് അവർക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാം, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞ് ഇനി വേറെ ആരും ഉണ്ടാക്കരുതെന്നുള്ളൊരു രീതിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ സൈൻ ചെയ്തിരുന്നത്. പക്ഷെ അതിലേക്ക് പോയെങ്കിലും റഷീദ്, ഒരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ന്യൂക്ലിയർ വെപ്പൺ ഇറാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ബോംബ് അവർ ഉണ്ടാക്കുകയാണെങ്കിൽ, അവരുടെ ചില ആക്ഷൻസും ചില അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ നമ്മൾ നോക്കുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വറിയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവർ ന്യൂക്ലിയർ ബോംബും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ ആകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പിന് വലിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മൾ കാണുന്നത് ധാരാളം മിസൈൽസ് അവർ ഫയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ബാലിസ്റ്റിക് മിസൈൽ ഫയർ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അവർക്ക് ഹൈപ്പർസോണിക് മിസൈൽ പോലും ഉണ്ട്. ഇപ്പം അയൺ ഡോം ആയാലും ഏതായാലും അവർക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ബോംബാണ് ചെന്ന് ഇസ്രായേലിൽ വീഴുകയാണെങ്കിൽ പിന്നെ ഇസ്രായേൽ എന്നുള്ള രാജ്യമേ കാണത്തില്ല. അതാണ് ഇസ്രായേലിൻ്റെ വറി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറാൻ്റെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഇറാൻ എന്നുള്ള രാജ്യത്ത് ഇസ്രായേലും അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യാതിരിക്കും. അതുകൊണ്ട് കാരണം ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ അതൊരു ഡിറ്ററൻസ് ആണ്, ഒരു തടയലാണ്. ഇപ്പം യുക്രൈൻ്റെ ഭാഗത്തൊരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ അറ്റാക്ക് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ അവർ പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പം ഇസ്രായേൽ ചെയ്യുന്ന പോലത്തെ കാര്യം ചിലപ്പോൾ അവർ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ രണ്ട് വശത്തും രണ്ടുപേരുടെയും കൺസേൺസ് ഉണ്ട്, രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ട് തെറ്റുമുണ്ട്. ഇതുപോലെ ഇറാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ നിലപാടുകളെ ഏത് രീതിയിലാണ് കാണുന്നത്? പണ്ട് മുതലേ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അവിടെ ഷിയ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇന്ത്യയിലും ധാരാളം ഷിയ ആളുകളുണ്ട്. ആ രീതിയിലുള്ള ബന്ധവും ഇന്ത്യക്കുണ്ട്. പിന്നെ ഇന്ത്യയുടെ എനർജി ഇതിനു വേണ്ടി ഓയിൽ നമുക്ക് ഇറാനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് സാങ്ഷൻസ് വന്നപ്പോഴാണ് നമ്മളത് കുറച്ചത്. ഇറാൻ്റെ ചാബാർ പോർട്ട്, അവിടെ നമ്മൾ ഈ സെൻട്രൽ ഏഷ്യൻ റീജിയനിലേക്കുള്ള ഒരു എൻട്രി, അതായത് പാകിസ്ഥാനിലേക്ക് മറികടന്നുകൊണ്ട് ഇപ്പം ചൈന എങ്ങനെയാണ് ഈ ഗ്വാദർ പോർട്ട് പാകിസ്ഥാനിലുണ്ടാക്കി, അതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ഇന്ത്യ ചാബാർ പോർട്ട് ഇറാനിലുണ്ടാക്കിയത്. ആ ചാബാർ പോർട്ടിലൂടെ ഇറാനിലും പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് ഇറാനിലും ഉണ്ട്, ഇറാനിലെ ധാരാളം സ്റ്റുഡൻസ് ഇന്ത്യയിലും വന്ന് പഠിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ ഇറാനെ മാറ്റി നിർത്തേണ്ടുള്ള രാജ്യമല്ല. ഇറാൻ്റെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ 1979 വരെ ഇറാൻ്റെ ഒരു കൾച്ചർ ഒരു ഡിഫറെൻറ്റ് രീതിയിലായിരുന്നു. പക്ഷേ 79 റെവല്യൂഷൻ വന്ന ശേഷം അവിടെ കുറച്ചും കൂടെ ഒരു മതത്തിൻ്റെ ഒരു വലിയൊരു റോളിലേക്ക് മാറിയപ്പം ധാരാളം റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ സ്ത്രീകളുടെ വിഷയമായാലും ശരി, നമ്മളിപ്പോൾ ധാരാളം പ്രൊട്ടസ്റ്റൊക്കെ കാണുന്നുണ്ട്, ഹിജാബിൻ്റെ കുറിച്ചും യുവാക്കളുടെ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സാങ്ഷൻസ്, പുറം രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്ഷൻസ് കാരണം അവിടുത്തെ ഇക്കോണമി താഴോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം ഇറാനെ സംബന്ധിച്ച് ഒരു വലിയ സമ്പന്നമായിട്ടുള്ളൊരു രാജ്യം ഇന്നത്തെ അവസ്ഥയിൽ അത്ര ഒരു രീതിയിലേക്ക് അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം അവർക്കും കാപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അവിടെ വലിയൊരു രാജ്യമാണ്, വലിയ സൈന്യമുള്ള രാജ്യമാണ്, വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഈ ഒരു മാറ്റം, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അതുപോലെ തന്നെ ഇറാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനാവശ്യമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ഈ ഒരു യുദ്ധം ചെയ്യേണ്ട കാര്യം അവർക്കില്ല. അതാണ് ഇൻഫാക്ട് ഇന്ന് ഇറാൻ്റെ ഉള്ളിൽ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹമാസ് സപ്പോർട്ട് ചെയ്യുന്നത്, ഹുത്തീസിനെ അതുകൊണ്ട് ഇറാനിയൻസിന് എന്ത് ഗുണമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ സൗദി അറേബ്യ അറ്റാക്ക് ചെയ്യുന്നു, സൗദി അറേബ്യ അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ഗുണമെന്നുള്ള രീതിയിലാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇറാൻ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു രാജ്യമായിട്ട് മാറും. പക്ഷേ ഭാരതിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ വളരെ അടുത്തൊരു സുഹൃത്താണെന്ന് പറയുന്ന പോലെ തന്നെ ഇറാനും നമ്മളെ അടുത്ത സുഹൃത്ത് തന്നെയാണ്.
നമ്മൾക്ക് പല പ്രാവശ്യവും പല 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 രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറക്കാണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാനും ഇറാനും തമ്മിൽ അവിടെയും യുദ്ധം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അവിടെ ബലൂചിസ്ഥാൻ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽസ് ഫയർ ചെയ്തത്. അപ്പം ഇറാനും പാകിസ്ഥാനും തമ്മിൽ അത്ര വലിയൊരു ക്ലോസ് റിലേഷൻ ഒന്നും അല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കേണ്ട കാര്യം പോലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചുള്ള രണ്ട് രാജ്യങ്ങളും ഒരേപോലെ തന്നെയാണ്. നമ്മുടെ ഭാരതത്തിന് ഏതാണോ ഇപ്പം ഭാരതത്തിൽ പല ആവശ്യഘട്ടത്തിൽ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പല സമയത്ത് ഇറാനും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇറാൻ ഒരു ഓൾഡ് സിവിലൈസേഷൻ്റെ വളരെ ആത്മാഭിമാനം ഉള്ള ഒരു രാജ്യവും ആൻഡ് അവരുടെ ഇന്റേണൽസ് ആയിട്ടുള്ള ഇഷ്യൂസിനെ മറികടക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. ഇറാന്റെ ആണവ പദ്ധതിയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് കാരണം എന്നാണ് ഇസ്രായേലിന്റെ ഒരു വാദം. ഇത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? ഇതിനകത്ത് റഷീദ് ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. പക്ഷെ ഞാൻ ഇതിനകത്ത് വളരെ കോഷ്യസ് ആയിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വെസ്റ്റേൺ മീഡിയയിൽ വരുന്ന റിപ്പോർട്ട് നമ്മളെല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് എത്രമാത്രം ശരിയാവുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇറാഖിൻ്റെ യുദ്ധത്തിൽ സമയത്ത് ഇതുപോലെ അവിടെ ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി അറ്റാക്ക് ചെയ്തത്. പിന്നീട് അവർ പറഞ്ഞു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഒന്നും കിട്ടിയില്ല എന്ന്. അപ്പം ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്ന് ഒരു ഡെഫിനറ്റ്ലി ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതായത് ഇറാൻ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ വേറെ കാരണമില്ല. കാരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു ഡിറ്ററൻസ് ചെയ്യാനും അവരൊരു ശക്തി പ്രകടിപ്പിക്കാൻ എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള രീതിയിലേക്ക് അവർ തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് പല ന്യൂക്ലിയർ സൈറ്റ്സിലും അവർ അണ്ടർഗ്രൗണ്ട് വരെ 65 മീറ്റർ 100 മീറ്റർ വരെ ഈ ന്യൂക്ലിയർ വെപ്പൺ ഹൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ കൊണ്ട് വയ്ക്കാനൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റെപ്സ് ഒക്കെ എടുത്തെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് എത്ര ശതമാനം വരെ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു ബോംബിലേക്ക് പോകാനുള്ള ക്ഷമത വരെ എത്തിയോ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടോ എന്നുള്ളതിനകത്തൊരു ചോദ്യം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് ഇറാനിന് ആ ന്യൂക്ലിയർ ടെക്നോളജി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചൈന അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, റഷ്യ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നോർത്ത് കൊറിയ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ അവർ ഈ ന്യൂക്ലിയർ ടെക്നോളജി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ധാരാളം റിപ്പോർട്ട്സ് ഉണ്ട്. ആ കിട്ടിയ ടെക്നോളജി വെച്ച് പീസ്ഫുൾ ന്യൂക്ലിയറിൽ നിന്ന് ഒരു വെപ്പണിലേക്ക് മാറ്റാനുള്ള ടെക്നോളജി അവർക്ക് അത് ഏത് ലെവൽ വരെ എത്തിയിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇറാനെ സംബന്ധിച്ചോളം ഡെഫിനറ്റ്ലി അവർ ആ പാതയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിനകത്ത് നമുക്ക് ഏകദേശം നമുക്ക് ഒരു ഷ്യൂരിറ്റി ഉണ്ട്. പക്ഷെ അത് ഡെഫിനറ്റായിട്ട് ഇപ്പോൾ ഇവർ പറയുന്ന പോലെ 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു ബോംബ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം 19 വർഷം മുമ്പുള്ള ഒരു ലേഖനം ഞാനിപ്പോൾ അടുത്ത കാലത്ത് വായിച്ചു. ആ 19 വർഷം മുമ്പും ഇതേ വാദം തന്നെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പോൾ 2 മാസം കൊണ്ട് അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ 19 വർഷം കൊണ്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പം ഒന്നേ അവർ ചെയ്ത് കാണും, അതല്ലെങ്കിൽ അന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ അതും ഇപ്പോഴും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺ കാപ്പബിലിറ്റി ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. അതിനൊരു ന്യൂക്ലിയർ വെപ്പനാക്കി എത്ര ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് അവിടെ പോയി ഇൻസ്പെക്ഷൻ ചെയ്ത് ന്യൂട്രലായിട്ടുള്ള ആളുകൾ പറയാൻ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ യൂറോപ്പിലൊക്കെ നടക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ, നെതന്യാഹുവിന് ഇസ്രായേലിലുള്ള ജനപ്രീതി കുറയുന്നത്, ഇതുപോലുള്ള ചില കാരണങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അതിങ്ങനെ ആളുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് പങ്കുവെക്കുന്ന ഒന്നാണ്. അതിനോട് എന്താണ് സാറിൻ്റെ അഭിപ്രായം? എല്ലാ യുദ്ധത്തിനും ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും ഇതിനകത്തും ഈ ഒരു യുദ്ധത്തിലും അതൊരു ഇന്റേണൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഉണ്ട്. പക്ഷേ ഇന്ന് ഇസ്രയേലിൽ പൊതുവായിട്ട് ഒരു മെജോറിറ്റി ആളുകൾ ചിന്തിക്കുന്നത് ഇറാൻ്റെ അഗെയിൻസ്റ്റായിട്ട് ഇങ്ങനത്തെ ആക്ഷൻ എടുക്കണം എന്നാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ വർഷങ്ങളായിട്ട് അവർ ഈ ഡെത്ത് ടു ഇസ്രായേലിന് കേട്ട് അല്ലെങ്കിൽ ഇപ്പം ഹിസ്ബുല്ല, ഹമാസ്, ഹുത്തീസ് ഇസ്രായേലിൻ്റെ അഗെയിൻസ്റ്റായിട്ട് ചെയ്ത കാര്യങ്ങൾ, ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ചെയ്ത കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ശതമാനം, ഒരു മെജോറിറ്റി ആളുകളും ഇറാൻ്റെ അഗെയിൻസ്റ്റായിട്ട് ഈ ആക്ഷൻ ഇപ്പോൾ എടുത്തേ മതിയാവൂ എന്നുള്ള ഒരു ഫീലുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ബെഞ്ചമിൻ നെതന്യാഹുവിന് അദ്ദേഹത്തിനായിട്ടുള്ള കറപ്ഷൻ ചാർജസ് ഉണ്ട്. അദ്ദേഹത്തിനായിട്ടുള്ള അടുത്ത വർഷം ഇലക്ഷൻസ് വരെയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇത് വരും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞാൽ നാച്ചുറലി അവിടെയും വലിയൊരു ഡെമോക്രസിയാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ഒക്കെ നടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം
ആ സമയത്ത് ഡെഫിനറ്റ്ലി ബെഞ്ചമിൻ നെതന്യാഹു ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമാണ് ഒരു കാര്യമൊന്നും. ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളായാലും ഇതെടുത്തേ പറ്റൂ. കാരണം അത്രമാത്രം ഇൻസെക്യൂരിറ്റി ഫീല് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്കവിടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള രീതിയിലേക്കുള്ളൊരു ഫീല് അന്ന് വന്നിരുന്നു. അപ്പോൾ അതിന് അടുത്ത ഒരു 5-10 വർഷം നമുക്കൊരു ഇങ്ങനത്തെ ഒരു ത്രെട്ട് വരുത്തില്ല എന്നുള്ള രീതിയിലേക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രോക്സീസിനെ അവർ ചെയ്ത് അതേ കൂടെ തന്നെ ഇപ്പം ഇറാൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യണമെന്നുള്ളൊരു ഫീലാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ളത്. ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ, അതുണ്ടാക്കുന്ന ദുരന്തം, ഇതിൻ്റെ വിഷ്വൽസും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു ഭാവനക്ക് അതീതമായ രീതിയിലാണ്. ഇപ്പോൾ ഈ ഇറാൻ്റെ ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഗാസയിൽ സഹായത്തിന് വേണ്ടി എത്തുന്ന ആളുകളെ ബോംബിട്ട് കൊല്ലുന്നത് പോലുള്ള കഴിഞ്ഞ 3-4 ദിവസത്തിനിടെ 10-200 പേരിലധികം അങ്ങനെ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ദുരന്തത്തെ സാർ ഏത് രീതിയിലാണ് കാണുന്നത്? ഇതുപോലത്തെ ദുരന്തം വളരെ അടുത്ത് നിന്ന് കണ്ട് എന്നുള്ള ആളെന്ന നിലയിലും എനിക്ക് ഒരിക്കലും നമ്മൾ വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അതായത് മാക്സിമം എപ്പോഴെങ്കിലും യുദ്ധം തടയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നു. കാരണം പാവപ്പെട്ടവർ, ആയുധമില്ലാത്തവർ, സ്ത്രീകൾ, കുട്ടികൾ, ഇവരാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഏതൊരു കോൺഫ്ലിക്റ്റ് ആയാലും ശരി, അത് ഏതൊരു കോൺഫ്ലിക്റ്റ്, ലോകത്തുള്ള ഏത് കോൺഫ്ലിക്റ്റ് ആയാലും ശരി, ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വിഭാഗം ആളുകളാണ്. അത് ഗാസയിലും സത്യമാണ്. അപ്പോൾ ഇപ്പം അവിടെ 60,000-ൻ്റെയൊക്കെ അടുപ്പിച്ചുള്ള റിപ്പോർട്ട് വരുന്നു. കൂടുതലും അവിടുത്തെ റിപ്പോർട്ടുകൾ ഈ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുക. ഈവൻ ഇഫ് 60,000 ഇല്ല, 30,000 ആണ്, 50% തെറ്റാന്നുള്ള രീതിയിൽ തന്നെ 30,000 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണത്. അപ്പോൾ 30,000 സിവിലിയൻസിൻ്റെ കാഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നമ്പറാണ്. അതിനകത്ത് ഇനി കുറേ പേര് ഹമാസ് ഭീകരവാദികളാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ. എന്നാൽ പോലും ഇത്രയും ഒരു കളക്റ്റീവ് പണിഷ്മെൻറ്റ് അതിനൊരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തം പോലെ തന്നെ ഹമാസിൻ്റെ ഭാഗത്തും ഉത്തരവാദിത്തമുണ്ട്. അവരുടെ തന്നെ ആളുകളെ ഷീൽഡാക്കി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് ചെയ്താലും മരിക്കുന്നത് റഷീദെ സാധാരണക്കാരായ ആളുകളും, ഞാൻ പറഞ്ഞില്ല തോക്കില്ലാത്ത സ്ത്രീകളും വയസ്സായ ആളുകളും കുട്ടികളുമാണ്. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കേരളത്തെ നിലനിർത്തുന്ന ഒരിടമാണ് ഗൾഫ് നാടുകൾ. ധാരാളം മലയാളികൾ അവിടെയുണ്ട്. ഗൾഫ് നാടുകളെയും അവരെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ ഒരു ഫുൾ സ്കെയിൽ വാറായിട്ട് മാറുന്ന സാർ കരുതുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അങ്ങനെ ഇല്ല. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം നാളെ അത് ഏത് രീതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെയൊക്കെ ആളുകൾ പറയും ഇത് നോക്കൂ ഇങ്ങനെ പറഞ്ഞിട്ട് അത് അങ്ങനെ പോയെന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം വളരെ സ്റ്റാർക്കായിട്ട് പുറത്ത് വരുന്ന ഇപ്പോൾ 6 ദിവസത്തെ കോൺഫ്ലിക്റ്റിൽ റഷീദ്, ഒരൊറ്റ മുസ്ലിം രാജ്യം ആ ഏരിയയിലുള്ളത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരൊറ്റ രാജ്യം പോലും ചെയ്യുന്നില്ല. ഇൻഫാക്ട് സൗദി അറേബ്യ കുറച്ച് മുമ്പ് MBS മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ആവുകയാണെങ്കിൽ ഞങ്ങളും ന്യൂക്ലിയർ വെപ്പൺ ആക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. അത് പറഞ്ഞു. കാരണം അവർക്കും ത്രെട്ട് ഉണ്ടായിരുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് അവർക്കും ത്രെട്ട് ഉണ്ടായതാണ് MBS ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ രാജ്യം ആവുകയാണെങ്കിൽ ഞങ്ങളെ ന്യൂക്ലിയർ വെപ്പൺ ആവാനുള്ള എല്ലാ സാധ്യതകളും തിരയും, അത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പം ഇസ്രായേൽ ഈ ഒരു ആക്ഷൻ എടുക്കുമ്പം അതുകൊണ്ടാണ് ഈ പല രാജ്യങ്ങളും അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 79 കഴിഞ്ഞിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു രീതിയിൽ, അപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് അവിടുന്ന് ഈ ഭീകരവാദവും എക്സ്ട്രീം ചിന്തകളും ദൂരെ മാറ്റുമ്പം ഇപ്പോഴും അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഹൂത്തീസും ഹെസ്ബുല്ലയും ഹമാസിനെയൊക്കെ. അതിനെ ഒന്നും അംഗീകരിക്കാത്ത രാജ്യങ്ങൾ ഇപ്പം മിഡിൽ ഈസ്റ്റിലുണ്ട്. അപ്പം അവർ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ ശ്രമിക്കത്തില്ല. അവർ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും, ശരിയാണ്, പക്ഷെ ഡയറക്റ്റായിട്ട് അവർ ഇൻവോൾവ് ആവാൻ നോക്കത്തില്ല. പിന്നെ ഉള്ളത് US ആണ്. US-ൻ്റെ ബേസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്. US ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പം ഇങ്ങോട്ട് വല്ല സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ അത് ബാധിക്കും. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് സാധ്യത തീരെ കുറവാണെന്ന് പറയാം. പക്ഷേ യുദ്ധമാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചോളം അവർ ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം. അവർ തന്നെ തീർത്തോട്ടെ. ഇറാൻ്റെ ന്യൂക്ലിയർ കാപ്പബിലിറ്റി വരരുതെന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ഇറാൻ മിസൈൽ ഫയർ ചെയ്യുമ്പം അത് ജോർഡൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജോർഡനും ഒക്കെ നിന്നിട്ടാണ് അതിനെ കൗണ്ടർ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം കോംപ്ലക്സ് ഇഷ്യൂസ് ഉണ്ട്. ആസ് ഓഫ് നൗ അങ്ങനെ ഒരു വലിയ രീതിയിൽ മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ ചിലപ്പോൾ അത് മാറിയെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒക്കെ ആയിട്ട് ഈ ഒരു സംഘർഷത്തിലുള്ള പങ്ക് എന്താണ്? അമേരിക്കയുടെ ഡെഫിനറ്റായിട്ട് റോളുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിനകത്ത് ഇസ്രായേലാണ് ഇതിൻ്റെ മുൻകൈയിൽ നിൽക്കുന്നെങ്കിലും ഇതിൻ്റെ ബാക്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ വലിയൊരു റോളുണ്ട്.
ഇസ്രായേൽ ചെയ്യുന്ന ഓരോ ആക്ഷനും അമേരിക്ക അറിയാതെ ഒരിക്കലും ചെയ്യത്തില്ല. ഇപ്പം തന്നെ നോക്കൂ, ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ്, അദ്ദേഹം തന്നെ ഈ യുദ്ധം, അതായത് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ക്ലാഷ് നടക്കുന്ന സമയത്ത്, കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മാറി മാറി പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഇറാൻ്റെ അടുത്ത് സ്ട്രൈക്ക് ചെയ്തത് എക്സലൻ്റ് ആയിരുന്നു പറഞ്ഞു. പിന്നീട് പറഞ്ഞു മീഡിയേഷനിലേക്ക് വരൂ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഇപ്പോൾ ഉടനെ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഞങ്ങളെ ഏതെങ്കിലും അസറ്റിനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അടിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം അദ്ദേഹം വീണ്ടും ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പും എടുക്കുകയാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സും സൂചനകളും ഒക്കെയാണ് തരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റോളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറാന് ആദ്യമായിട്ട് ന്യൂക്ലിയർ ടെക്നോളജി കൊടുത്ത് അവരെ ന്യൂക്ലിയർ പവർ ആക്കാനുള്ള കൊടുത്തത് അമേരിക്കയാണ്. ഇന്ന് അതേ ന്യൂക്ലിയർ ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു അന്നത്തെയും ഇന്നത്തെയും പല കാലങ്ങളിലും അവരുടെ താല്പര്യം മാത്രം നോക്കുന്ന അതേ രീതി തന്നെയാണ് അമേരിക്ക ഫോളോ ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഓക്കെ ഫൈൻ, ഇസ്രായേലിനായിട്ടുള്ള കൺസേൺസ് കാണും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചുള്ള അവിടെ ഇൻട്രസ്റ്റ് അവരുടെ എവിടെയാണെന്നുള്ളത് മാത്രം നോക്കിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇവിടെയും ഇതുവരെ ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമാണ് അമേരിക്ക നിന്നിട്ടുള്ളത്. അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള വരുന്ന ബാലിസ്റ്റിക് മിസൈൽസിനെ തടയുക എന്നുള്ളതാണ് US ചെയ്യുന്നത്. USൻ്റെ എയർഫോഴ്സും മറ്റ് അസറ്റ്സും വെച്ച് അത് തടയുക. ഡയറക്റ്റായിട്ടൊരു അമേരിക്കൻ റോൾ ഞാൻ കാണുന്നത്, ഇഫ് അറ്റ് ഓൾ അവർ ചെയ്യുകയാണെങ്കിൽ, ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നൊരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് 65 മീറ്ററിന് താഴെ ആണ് അവർ ആ ന്യൂക്ലിയർ ഇതൊക്കെ വെച്ചേക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇസ്രായേലിൻ്റെ കാപ്പബിലിറ്റി ഇല്ല. ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ഈ ബങ്കർ ബേസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാനുള്ള കാപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ GBU-57 എന്ന് പറയുന്നത്, അതിന് ഏകദേശം 14,000 kg ആണ് അതിൻ്റെ ആ ബോംബിൻ്റെ തന്നെ വെയിറ്റ്. അത് B-2 സ്റ്റെൽത്ത് ബോംബർ മാത്രമേ ഉപയോഗിക്കാത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ബോംബർ ഉപയോഗിച്ച് ആ ബോംബ് വെച്ച് ആ ന്യൂക്ലിയർ ഫെസിലിറ്റീനെ ടാർഗറ്റ് ചെയ്യാൻ ചിലപ്പം US ശ്രമിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ സൈറ്റ്സ് ഒക്കെ ചിലപ്പോൾ അത് ചെയ്ത് അത് കഴിഞ്ഞ് അതിന് തകർത്തു എന്ന് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് ഈ യുദ്ധം തൽക്കാലമായിട്ട് നിർത്താം എന്നുള്ള രീതിയിലേക്ക് ചിലപ്പം ഒരു സ്ട്രാറ്റജി US ഭാഗത്തുനിന്ന് വരാം. പക്ഷെ അതിന് US ഉള്ളിൽ തന്നെ ധാരാളം എതിർപ്പുണ്ട്. കാരണം അവർ പറയുന്നത്, ഞാൻ ഫസ്റ്റിൽ ഇറാൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഇത് അമേരിക്കയുടെ ഉള്ളിൽ ചോദിക്കുന്നു ഇതുകൊണ്ട് നമുക്കെന്ത് ഫലം എന്നുള്ളത്, നമ്മൾ എന്തിനാണ് ഇതിനകത്ത് പോകുന്നത്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഈ യുദ്ധത്തിൽ പോയി ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള രീതിയിലേക്ക് ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപിന് ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോകുന്നത്. ചിലപ്പം ഇന്നോ നാളെ അത് ഡിസിഷൻ എടുത്തെന്നും വരാം. ഞാൻ കാണുന്ന അങ്ങനെയാണ്. ഒരു ഫുൾ സ്കെയിൽ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കംപ്ലീറ്റ് മൈറ്റ് ഉപയോഗിച്ച് ഇറാനെ തകർത്ത് തരിപ്പണമാക്കുന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ന്യൂക്ലിയർ സൈറ്റുകൾ ബങ്കർ ബോംബിംഗ് നടത്തി തകർക്കാൻ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് വാർത്തകൾ. ഇത് ശരിക്കും വലിയ തരത്തിലുള്ള റേഡിയേഷന് സാധ്യതയില്ലേ? ഡെഫിനറ്റ്ലി അതൊരു കൺസേൺസ് തന്നെയാണ്. കാരണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിനൊരു വലിയൊരു കൺസേൺസ്. ഇപ്പോൾ ഓൾറെഡി IAEA റിപ്പോർട്ട് ഇസ്രായേൽ തന്നെ ഈ ന്യൂക്ലിയർ പ്ലാന്റ്സിനെ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് തന്നെ IAEA തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഇത് ശരിയല്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പം ഇസ്രായേൽ അവരുടെ സർഫേസിലുള്ള പല ന്യൂക്ലിയർ പ്ലാന്റ്സിനെയും ടാർഗറ്റ് ചെയ്തിരുന്നു. ആ ടാർഗറ്റ് ചെയ്ത സമയത്ത് തന്നെ IAEA റിപ്പോർട്ട് വന്നിരുന്നു ഇത് ശരിയല്ല, അതിനകത്ത് ഒരു ന്യൂക്ലിയർ ഒരു ഡേഞ്ചർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ന്യൂക്ലിയർ ഗ്രേഡായിട്ട് ഇരിക്കുന്ന ഒരു വെപ്പണായാലും ശരി, ബോംബായാലും ശരി, അത് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ളൊരു ഒരു ഇതിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റേഡിയേഷൻ ഉണ്ടാവാനുള്ള ധാരാളം സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അത് ഡിപ്പെൻഡ് ചെയ്യും അത് ഏത് രീതിയിലാണ് വെച്ചേക്കുന്നുള്ളത്. ഇപ്പോൾ അത് ഫുള്ളി ലോഡഡ് ആയിട്ട് അങ്ങനത്തെ രീതിയിലാണോ, അതോ അത് തൽക്കാലം അതിൻ്റെ വേറൊരു ഫോമിലാണ് വെച്ചേക്കുന്നതെങ്കിൽ പല രീതിയിലുള്ള റേഡിയേഷൻ വരും. പക്ഷേ റേഡിയേഷൻ കൺസേൺ ഇതുപോലൊരു സ്ട്രൈക്ക് അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടും കൂടെ ചിലപ്പോൾ അമേരിക്ക ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ചിലപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പോകത്തുള്ളൂ. സൈനിക മേധാവികൾ മുതൽ സയൻറ്റിസ്റ്റുകൾ വരെയുള്ള ആളുകളെയാണ് ഇസ്രായേൽ വധിച്ചത്. ഇതെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് ഇതുപോലൊരു അറ്റാക്ക് നടത്താൻ ഇസ്രായേലിന് കഴിയുന്നത്? ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് മൊസാദിന് തന്നെയാണ്, അവരുടെ ഇൻ്റലിജൻസ് ഏജൻസി, അതായത് ഇസ്രായേലിൻ്റെ. അത് ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ്, ഇൻ്റലിജൻസ് ഏജൻസി തന്നെയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് പണ്ട് തൊട്ടേ ഉണ്ട്. ബെഞ്ചമിൻ നെത്താന്യാഹു ഇപ്പോൾ ഏകദേശം 17 വർഷമായിട്ട്
പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം ആദ്യകാലത്തിൽ 96 തൊട്ട് 99 എങ്ങാണ്ടാന്ന് തോന്നുന്നു ആദ്യം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്. അപ്പോൾ തൊട്ടേ അദ്ദേഹം പറയുന്നുണ്ട് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇറാൻ്റെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അന്ന് അമേരിക്കയുടെ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് അന്ന് ചെയ്യാതിരുന്നത്. അമേരിക്കയുടെ തന്നെ പല രാഷ്ട്ര തലവന്മാരും അല്ലാത്ത ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല, നമ്മളത് സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ സ്ട്രൈക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ആ സ്ട്രൈക്കിൻ്റെ കൂടെ അവർ വെറും ഒരു ഫിസിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല ചെയ്തത്. അതായത് ഒരു ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട്, ആ ന്യൂക്ലിയർ സൈറ്റിനെ മാത്രം ഡിസ്ട്രോയ് ചെയ്ത് പോകുക എന്നുള്ളത്, ഡിഗ്രേഡ് ചെയ്ത് പോകുക. അവർ പ്ലാൻ ചെയ്യുന്നത് ഇനി വരും ഒരു 5-10 വർഷത്തേക്ക് ഇതിനത് ബാക്ക്ലോട്ട് ആക്കണം. അപ്പോൾ അതിനെ ബാക്ക്ലോട്ട് ആണെങ്കിൽ അവിടുത്തെ സയൻറ്റിസ്റ്റിനെ ഇല്ലാതാക്കണം. അപ്പോൾ ആ മൊസാദ് അവരുടെ കൃത്യമായിട്ട് അവിടെ നിന്ന് അവരുടെ പ്ലാനിങ് നടത്തി അവർ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന അതിനകത്ത് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചത്, മൊസാദ് ഇറാൻ്റെ ഉള്ളിൽ ഒരു ഡ്രോൺ ഫാക്ടറി തുടങ്ങി. കണ്ടിരുന്നല്ലോ? അതെ. ഡ്രോൺ ഫാക്ടറി തുടങ്ങി അവിടെ ലോക്കൽസ് അവിടെ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചിട്ട് ഒരു ദിവസം അവർ പെട്ടെന്ന് ആ ഡ്രോൺസ് വെച്ചിട്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റിനെയും മറ്റുള്ള ടാർഗറ്റ്സിനെയും അവർ ചെയ്തു. ആൻഡ് അവരവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തു. അപ്പോൾ ഇത്രമാത്രം പ്രിസിഷൻ ആയിട്ടുള്ളവർക്ക് പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഹെസ്ബുള്ളയുടെ പേജർ ബോംബിംഗ് നമ്മൾ കണ്ടു. അവരൊരു ഫുൾ ലീഡർഷിപ്പിനെ അവർ വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാപ്പബിലിറ്റി മൊസാദിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയാലും ശരി, ഇനി ന്യൂക്ലിയർ പ്ലാന്റ് ആയാലും ശരി, ഇനി IRG's ടോപ്പ് കമാൻഡേഴ്സ് ആയാലും ശരി, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും ശരി, അവർക്ക് അവരെ അസാസിനേഷൻ അല്ലെങ്കിൽ വധിച്ച് അവരെ ഇല്ലാതാക്കാൻ ഒരു കാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു അസറ്റാണ് അവരുടെ. കാരണം ഇവർ ഫിസിക്കലായിട്ട് മാത്രമല്ല, അവർക്ക് ഇങ്ങനത്തെ ഒരു കോവേർട്ട് ഓപ്പറേഷൻസിലൂടെ അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ അയൺ ഡോമിനെ പോലും മറികടന്ന് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ടെല്ലവീവിലൊക്കെ വന്ന് വലിയ നാശങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഏതൊരു ബാലിസ്റ്റിക് മിസൈൽ ഷീൽഡ് ആയാലും ശരി, ആൻറ്റി മിസൈൽ ഡിഫൻസ് പറയുന്നത് അത് 100% ഒരിക്കലും ആവത്തില്ല റഷീദ്. അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ആൻറ്റി മിസൈൽ ഷീൽഡും 100% ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു 100 മിസൈൽസ് വരെ അതിന് തടയാൻ പറ്റും. പക്ഷെ 101 വന്നു കഴിഞ്ഞാൽ ഒരു മിസൈൽ അതിൽ നിന്ന് എൻട്രി ചെയ്യും. 90% അവർക്ക് സക്സസ്ഫുൾ ആയിരിക്കും. 10% എങ്ങനെയായാലും അത് അവിടുന്ന് ഇവിടുന്നൊക്കെ അത് പോവും. അതിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറാൻ ഏകദേശം 400ഓളം മിസൈൽ ഫയർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ വരെ. ചിലപ്പോൾ ഇന്നും കൂടെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടെ കൂടാം. അതിന് ഏകദേശം ഒരു 35ഓളം പല സ്ഥലത്തായിട്ട് വീണിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചിലതിനകത്ത് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല, ചിലതിനകത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊരു സിസ്റ്റത്തിൻ്റെയും മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റി വരെയാണെങ്കിൽ അവിടെ ബ്രീച്ച് ഉണ്ടാവും, അവിടെ പെനിട്രേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഇറാൻ ഇപ്രാവശ്യം അവർ ഹൈപ്പർസോണിക് മിസൈൽ ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പർസോണിക്കിന് ഒന്നാമത് സ്പീഡ് ഭയങ്കരമാണ്. അത് സ്പീഡ് ഓഫ് മാക്സ് സ്പീഡിൻ്റെ ആ രീതിയിൽ പോകുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഷൂട്ട് ഡൗൺ ചെയ്യാൻ അത്ര ഈസി അല്ല. രണ്ടാമത് പ്രത്യേകിച്ച് അത് ഈ അറ്റ്മോസ്ഫിയറിൽ തിരിച്ച് വരുമ്പോൾ റീ എൻട്രി ആ റീ എൻട്രി ഫേസിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വളരെ പാടാണ്. അത് ചില താഡ് എന്നൊക്കെ പറയുന്ന സിസ്റ്റം മാത്രമേ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും അത് നിൽക്കണമെന്നുമില്ല. അപ്പോൾ ആ രീതിയിലുള്ളതും ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നടക്കുന്നത് പറഞ്ഞാൽ നമ്പർ ഓഫ് മിസൈൽസ് ധാരാളം, പല വെറൈറ്റി ഓഫ് ഇപ്പോൾ ഡ്രോൺസ് ഉണ്ട്, അതിനകത്ത് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്, മറ്റ് പ്രൊജക്ടൈൽസ് ഉണ്ട്. അങ്ങനെയുള്ള രീതിയിലേക്ക് ഇറാൻ ചെയ്തു. കഴിഞ്ഞ വർഷം ഇറാൻ ചെയ്തത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മിലിറ്ററി സൈറ്റ്സും അങ്ങനെ. ഇപ്പോൾ അങ്ങനെയല്ല, അവരെല്ലാ തെലവീൽ ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്തും ചെയ്യാന്നുള്ള രീതിയിലേക്ക് ഒരു കാര്യം അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഉള്ളിലും കാഷ്വാലിറ്റീസ് ഉണ്ടാവും. അത് തന്നെയാണ് നമ്മളിപ്പം കാണുന്നത്. ഇന്നും എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലും കണ്ട് അവർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ 100% ഒരിക്കലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മിസൈൽ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആയുധമല്ലേ? ഇത്രയധികം ഇതുപോലെ ഉപയോഗിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇപ്പം ഇറാൻ ആയാലും ഇസ്രായേൽ ആയാലും. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കോൺഫ്ലിക്റ്റിന് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ടും ജോഗ്രഫിക്കലി ദൂരെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഏകദേശം 1500 തൊട്ട് 2000 കിലോമീറ്റർ വരെ ദൂരെ നിൽക്കുന്ന ഒരു രാജ്യമാണ്, രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ലാൻഡ് വെച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അറ്റാക്ക് നടക്കത്തില്ല. അപ്പം എയർ വെച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. എയർ വെച്ച് നടക്കുമ്പം അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2000 ആണെങ്കിൽ 2000 ഉള്ളൂ. അതിൽ നിന്ന് 400 അല്ലെങ്കിൽ 500 മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇനി 1500 ഉള്ളൂ. അപ്പോൾ അത് നമ്മളിനി അത് വീണ്ടും നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വന്നാൽ തന്നെ അത്
എന്താ പറഞ്ഞ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. അത് കുറഞ്ഞു 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 തന്നെ വരും. ഇതേപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്ത് ഇവർ ഈ അയൺ ഡോം ഉപയോഗിക്കുന്നെങ്കിലും ആ അയൺ ഡോമിനകത്തും അവർക്കൊരു ഒരു മിസൈൽസ് അവർക്ക് വെച്ചിട്ട് ആരോ മിസൈൽസ് ഒക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് ഉപയോഗിക്കുന്നതിന് അതിനും കുറഞ്ഞു കുറഞ്ഞ് അങ്ങോട്ട് ഡേയ്സ് ബൈ ഡേയ്സ് പോകുമ്പോൾ അതും അവരുടെ കുറഞ്ഞു കുറഞ്ഞ് വരും. ഇപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചോളം ഒരു ദിവസം അവർക്ക് ഈ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് ഒരു കണക്ക് കണ്ടത് ഏകദേശം $285 മില്യൺ ആണ് അവർക്ക് ഒരു ദിവസം ചിലവാകുന്നത് ഇത്രയും സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് വലിയൊരു തുകയാണ്. അപ്പോൾ ആ തുക എല്ലാ ദിവസവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡോളേഴ്സാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രയേലും അമേരിക്കയുടെ സപ്പോർട്ട് വേണം എന്ന് പറയുന്നത്. സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ യുദ്ധം ഏത് വഴിക്കാണ് പോകുന്നത്? ഇതൊരു നീണ്ടു നിൽക്കുമോ ഇതൊരുപാട്? ഇതും വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിന്, കാരണം ഇതൊരു പ്രഡിക്ഷനാണ്. അതെ. അപ്പം ഇതിനകത്ത് 2-3 വിഷയമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഒരു പങ്കുചേരലുണ്ടെങ്കിൽ അവർ നേരെ അവരുടെ ഉദ്ദേശം മിലിറ്ററി ഒബ്ജക്റ്റീവ് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് B-2 ബോംബേഴ്സ് വെച്ച് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ഓക്കെ ഞങ്ങൾ ഇനി ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ നിന്ന് തീർത്തു, ഇനി ഞങ്ങൾക്ക് ഫർദർ ഇതിനകത്ത് യാതൊരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നിൽക്കും. അതല്ല അവർ പങ്കുചേരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന് കുറച്ചും കൂടെ ഒരു കൊടുക്കുകയാണ്. അതായത് കാരണം നാളെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു സ്ട്രൈക്ക് ഉണ്ടാവരുതെന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് പോകുന്നതെങ്കിൽ ഇത് ചിലപ്പം കുറച്ചും കൂടെ ഒന്ന് നീണ്ട് പോകാനുള്ള, അതായത് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവിടെ ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് പോകും. കാരണം ഇറാൻ്റെ ഭാഗത്തും കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ചിലപ്പോൾ അവർ ആദ്യത്തെ ദിവസം 150ഓളം മിസൈൽ സ്ട്രൈക്ക് ചെയ്തു, പിന്നീട് 10 അങ്ങനെ പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പക്ഷേ സ്ട്രൈക്ക് ചെയ്യാം. അതുകൊണ്ട് പറ്റുന്ന വെച്ചാൽ ഇസ്രയേലിന് ഒരിക്കലും ഒരു പീസായിട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർക്ക് എയർ ഡോമിനൻസ് ഉണ്ട്, കാരണം ഇറാനി എയർഫോഴ്സ് വീക്കാണ്. പക്ഷേ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ്, ഡ്രോൺസ് ഉപയോഗിച്ച്, ഹൈപ്പർസോണിക് മിസൈൽസ് ഉപയോഗിച്ച് അവർക്ക് ഇസ്രയേലിനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അതിലേതെങ്കിലും ഒരു സ്ട്രൈക്ക് ഈ അയൺ ഡോമിനെ ഭേദിച്ച് സിവിലിയൻസിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ കാഷ്വാലിറ്റീസിലേക്കും മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരൊരു റെജീം ചേഞ്ച്, അതായത് ഒരു ഭരണമാറ്റത്തിലേക്കും ഉള്ള ഒരു സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ആ അത് പോസിബിൾ ആണോ? അത് വലിയൊരു ചോദ്യമാണ് ആക്ച്വലി. അത് അങ്ങനെ വെറും ബോംബിങ് ചെയ്തുകൊണ്ട് ഒരു ഭരണമാറ്റത്തിലേക്ക് പറ്റുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഈ ഖമേനിയെ വധിക്കുമെന്നുള്ള ഓപ്പൺ ത്രെട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ കൊടുക്കുന്നത് അത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പറഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ആക്ച്വലി അങ്ങനെ പറഞ്ഞത്. ബാക്കി ഇപ്പം മൊസാദ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നു, അതൊക്കെ സ്റ്റേറ്റ്സ് തമ്മിലുള്ള വിഷയം. പക്ഷേ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയത്തില്ല അതിനകത്ത് എത്രമാത്രം ഡിപ്ലോമാറ്റിക് ആയിട്ട് കറക്റ്റാണോ അല്ലെങ്കിൽ, പക്ഷെ അതൊരിക്കലും നമ്മൾ മുൻപ് കാണാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഖമേനിയെ അവർ ഇല്ലാതാക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വേറെ ആരെങ്കിലും വരും. അവരും ഈ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന രീതിയിലേക്ക് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇത്രയും ബോംബിംഗ് നടക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇറാൻ്റെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു, ധാരാളം വിഭാഗീയത ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു രാജ്യത്ത് ബോംബിങ്ങും ഇങ്ങനെ നടക്കും, ആ രാജ്യത്തെ ആളുകളെല്ലാം ഒന്നാവും. ഇപ്പം യുദ്ധം നടക്കുന്നത് ബോംബ്സും എയറിലൂടെയാണ്. ഇപ്പോൾ റെജീം ചേഞ്ച് ഒക്കെ വേണമെങ്കിൽ ഫിസിക്കലായിട്ട് അവിടെ ഗ്രൗണ്ടിൽ ട്രൂപ്സ് പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ. അത് അല്ലെങ്കിൽ ആ സൈന്യവും മറ്റു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്രമാത്രം ഇറാനിയൻ സൈന്യത്തിനുള്ളിൽ ഒരു വിഭാഗത ഉണ്ടാക്കി അതൊക്കെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇങ്ങനെ റെജീം ചേഞ്ച് കൊണ്ടൊരു പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബോംബിങ്ങിലൂടെ റെജീം ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പം ഖമേനിയെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഖമേനി പോയാൽ വേറൊരാൾ വരും, ആ വേറൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറാനിയൻ്റെ ആളുകൾ അവിടുത്തെ ജനത കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മിലിറ്ററി ഒബ്ജക്റ്റീവ്സിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ടാർഗറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങൾ നിർത്താമെന്നായിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇപ്പോൾ യുദ്ധം എല്ലാ എതിരഭിപ്രായങ്ങളെയും മറികടന്ന് ആളുകളെ ഒരുമിപ്പിക്കുന്നത് ഇറാനിലും ഇസ്രായേലിലും കാണാം. എന്നാൽ അത് ചർച്ച ചെയ്തിട്ട് ഈ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പരസ്പരം അകന്നകന്ന് പോകുന്നതും ഭയങ്കര ഹേറ്റഡ് ആയിട്ടും കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു നിലപാടുകളിലേക്ക് പോകുന്നതും കാണാം. ഇത് ഏത് രീതിയിലാണ് സാർ കാണുന്നത്? നല്ലൊരു ചോദ്യമാണ് ആക്ച്വലി റഷീദ്. എനിക്ക് മനസ്സിലാത്തതെന്ന് വെച്ചാൽ ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നു, നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മളെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്,
ഇവിടുന്ന് ജോലിക്കായിട്ടും ഇവിടെ അവരുടെ വീട്ടിന് വേണ്ടിയും അവർക്ക് വീട്ടിലുള്ളവർക്കും വേണ്ടി പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പഠിക്കാൻ പോയ ആളുകളുണ്ട്. അവരുടെ സുരക്ഷയാണ് നമ്മളെ ബാധിക്കുന്ന ഫസ്റ്റ് കാര്യം. രണ്ടാമത് നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് നമ്മൾ അവിടുന്ന് എനർജി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ നമ്മൾ എന്തെങ്കിലും സപ്ലൈയോ അങ്ങനത്തേക്കുള്ള കാര്യം. അതല്ലാതെ നമ്മളിതെങ്ങനെയാണ് ബാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പം ഇസ്രയേലിൻ്റെ പക്ഷത്ത് പിടിച്ചാലും ശരി, ഇറാൻ്റെ പക്ഷത്ത് പിടിച്ചാലും ശരി, ഇവിടെ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം തുപ്പുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഫാക്ട്സ് പറഞ്ഞാൽ പോലും ആളുകൾ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഒരു രീതിയിലേക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കാര്യമില്ല. കാരണം അതുകൊണ്ട് ഇറാനിനോ ഇസ്രായേലിനോ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. നമ്മളെ നാട്ടിൽ സമാധാനം മാത്രമേ പോരുള്ളൂ. കാരണം ഇത്രയും വിഷം, ഇപ്പോൾ ഏതൊരു കമൻറ്റ് സെക്ഷൻ കണ്ടാലും ശരി, ഏതൊരു ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് കണ്ടാലും ശരി, എവിടെയൊക്കെയോ ഇരിക്കുന്ന ആളുകൾ വന്ന് എന്തൊക്കെയോ കണ്ട്, അത് പലർക്കും ഇതിൻ്റെ വിഷയത്തിൻ്റെ ഒരു അറിവില്ലാത്ത ആളുകളാണ്. അവരെന്തെങ്കിലും എവിടെയെങ്കിലും കേട്ട് ഏതെങ്കിലും വാട്സാപ്പിൽ നിന്ന് ഫോർവേഡ് കണ്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് കണ്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ഇട്ട് അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവർ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ദോഷമാണ് നമ്മുടെ നാടിന് വേണ്ടി, ആ സമൂഹത്തിന് വേണ്ടി. ഇപ്പം നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമ്മളെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നതാണ്. അപ്പം നമ്മളെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ട് നിൽക്കുകയാണ്. വേറെ എവിടെയോ നടക്കുന്ന പ്രശ്നത്തിൽ നമ്മളെന്താണ് ഉണ്ടാകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മളൊരു ഇഷ്യൂ വന്നപ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന്, വേറെ എവിടെയോ ഒരു പ്രശ്നം നടക്കുന്നു. ശരിയാണ്, മനുഷ്യത്വത്തിൻ്റെ ഉള്ള എല്ലാവരും മനുഷ്യത്വം, ഞാൻ പറയും നമ്മളെല്ലാവരും മനുഷ്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരാളുകളാണ്. ഇവിടെ അതിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിലായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ശരി, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചീത്ത? നിങ്ങൾ ഒപ്പീനിയൻ പറയൂ, നിങ്ങൾ ചിലപ്പം അതുപോലെ തന്നെ സത്യം എന്താണോ അസത്യം എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണത്. കാരണം യുദ്ധത്തിൻ്റെ ഫസ്റ്റ് കാഷ്വാലിറ്റി സത്യമാണ്. നമ്മൾ ചിലപ്പോൾ ഞാൻ ഇന്ന് കാണും ചിലപ്പോൾ ന്യൂസ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ സത്യം, ചിലപ്പോൾ വേറെ വല്ല ആയിരിക്കും. അതിൻ്റെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ ലൊക്കേഷൻ അറിയാത്ത കാര്യങ്ങൾ, നമുക്ക് അതിനെക്കുറിച്ച് ടാക്ടിക്സ് അറിയാത്ത കാര്യം, സ്ട്രാറ്റജി അറിയാത്ത കാര്യം, ഹിസ്റ്ററി അറിയാതെ നമ്മൾ വെറും ആരുടെയോ എന്തെങ്കിലും കേട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ രൂക്ഷമായിട്ട് വളരെ ഒരു വിദ്വേഷത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ നാടിനും ഈ ചെയ്യുന്ന ആളുകൾക്കും ഒരു ഗുണമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി അവരുടെ യുദ്ധത്തിലേക്ക് സമാധാനത്തിലേക്ക് വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അവിടെയും സമാധാനം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മളിവിടെ തമ്മിലടിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. ഇറാൻ ചെയ്യേണ്ട ഇറാൻ ചെയ്യും, ഇസ്രായേൽ ചെയ്യേണ്ട ഇസ്രായേൽ ചെയ്യും.